അമലുമുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യർജിഉ അഹ്ലുഹു വമാലുഹു, അവന്റെ കുടുംബവും അവന്റെ സമ്പത്തും ഇങ്ങനെ തിരിച്ചു പോരുമ്പോ വയബ്ഖ അമലുഹു, അവന്റെ അമല് മാത്രമായി അവനൊരു യാത്ര പോവുകയാണ്. നമ്മൾ ആരും നിശ്ചയിക്കപ്പെടുന്ന ഒരു വസ്ത്രമായിരിക്കില്ല. നമ്മൾ ഓരോരുത്തർക്കും നമ്മൾ ഉപയോഗിക്കുന്ന ബ്രാൻഡുകൾ ഉണ്ടായിരിക്കാം. നമ്മൾ പറയും, ഞാൻ ഇന്ന ബ്രാൻഡ് വസ്ത്രം മാത്രം ഉപയോഗിക്കുള്ളൂ, ഇന്ന മോഡല് തുണി മാത്രം ഞാൻ ഉപയോഗിക്കുള്ളൂ എന്നൊക്കെ ശീലങ്ങളെ പറയുന്ന ആളുകൾ ഉണ്ടാവാം. പക്ഷേ ഈ ചങ്ങരംകുളത്തിന്റെ പരിസരത്തിൽ ഏതോ ഒരു കടയിൽ ഏതോ ഒരു മില്ലിൽ നിന്ന് തുണിയായി വന്ന് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന കഫംപുടവ നമ്മൾ മറന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രിയമുള്ളവരെ, അതുപോലെ നമ്മൾ ആരും സ്വരൂപിച്ചു വെച്ചിട്ടില്ല എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ്. എന്നാൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്, ഏറെ നമ്മളെ ചിന്തിപ്പിക്കേണ്ടുന്ന, ഞാൻ എന്താണ് എന്റെ ജീവിതത്തിലേക്ക് കരുതി വെക്കേണ്ടത് എന്ന് ആലോചിക്കേണ്ടുന്ന ഒരു ഹദീസ്. വിശുദ്ധ ഖുർആനിലെ ആയത്തുമായി ബന്ധപ്പെട്ട് സൗബാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഖുർആനിലെ സൂറത്തു തൗബ 9-ാം അധ്യായത്തിലെ അല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ എന്ന് പറയുന്ന ആയത്ത് അവതീർണമായ രംഗം ലമ്മാ നസലത്, ആ ആയത്ത് ഇങ്ങനെ അവതീർണമായപ്പോ കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞങ്ങൾ ഇങ്ങനെ സഹചാരികളായ പല സഹാബത്തുമുള്ള ഒരു അവസരമാണ്. ആ സമയത്ത് ഫഖാല ബഅദു അസ്ഹാബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില സഹാബാക്കൾ അങ്ങനെ ചോദിച്ചു, ഉൻസില ഫി ദഹബി വൽ ഫിദ്ദ, സ്വർണത്തിന്റെ വെള്ളിയുടെ കാര്യത്തിലൊക്കെ ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. ലൗ അലിംന അയ്യുൽ മാലി ഖൈർ, റസൂൽ ഞങ്ങളോടൊന്ന് പറഞ്ഞുതാ, ഏത് സമ്പത്താണ് ഞങ്ങൾക്ക് ഖൈറായിട്ടുള്ളത്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും ആയത്ത് അവതീർണമായി. അല്ലാഹു തആല പറഞ്ഞത്, വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, സ്വർണവും വെള്ളിയും അവരിങ്ങനെ ശേഖരിച്ചു വെക്കുകയാണ്, അള്ളാന്റെ മാർഗത്തിൽ അതിനെ ചെലവഴിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന ആയത്താണ് അള്ളാഹു അവതരിപ്പിച്ചത് എങ്കിൽ, ആ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ആയത്തിറങ്ങുമ്പോ അതിനേക്കാളും ഏറ്റവും നല്ല സമ്പാദ്യം ഏതാണ് നബിയേ എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമ്പോ ഞങ്ങൾക്കതൊന്ന് ശേഖരിച്ചു വെക്കാനാണ്. എന്തിന്? നാളെ പരലോകത്തേക്ക് ഉപകരിക്കാൻ. ഏത് സമ്പത്തും നമുക്കൊരിക്കലും നമ്മുടെ ഭൂസ്വത്തുകളെ കൊണ്ടുപോകാൻ കഴിയില്ല. സത്യം, കൊണ്ടുപോകാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, നമ്മളുടെയൊക്കെ കയ്യിൽ നമ്മുടെ വീടിന്റെ ആധാരമല്ലേ, അതിനൊരു അടിയാധാരമുണ്ടല്ലോ, അതാരുടെയാ? ഇതിന്റെ മുമ്പ് എന്റെ എന്ന് പറഞ്ഞവനാ. ഇന്ന് ആ മനുഷ്യൻ അടിയാധാരത്തിലാണ്, നാളെ നമ്മളും അടിയാധാരത്തിലാണ്. ഒന്നും നമ്മുടേതായിട്ടൊന്നുമില്ല. നമ്മളുടെ സമ്പത്തുകൾ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നത് വരെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, ആ നേരത്തെ ചില ആളുകൾ പറയും, കദാ വകദാ, ഇന്ന പ്രകാരം ഇന്ന ആളുകൾക്കൊക്കെ കൊടുക്കട്ടോ എന്ന് വരെ അവൻ പറയുന്ന സന്ദർഭമുണ്ടാകും. പക്ഷെ അതിന് പോലും നിനക്ക് അവകാശമില്ല, അത് നിന്റെ അനന്തരാവകാശികളുടേതായി മാറിക്കഴിഞ്ഞു എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ആലോചിച്ചാൽ മതി, എവിടുന്ന് കൊണ്ടുപോകുമ്പോ നമ്മളുടെ കൂടെ ആരുമില്ല. നമ്മളൊക്കെ വിചാരിക്കുന്ന ഈ നാട്ടിലെ എന്നെ പിന്തുണക്കുന്ന ഒരുപാട് ആളുകൾ ആരുമില്ല. മയ്യത്തിന്റെ മുഖം കാണാൻ വന്നവർ വരെ അവസാനമായി കഫംപുടവ മൂടി വെക്കുമ്പോ അതിങ്ങനെ കാണിച്ചു കൊടുക്കുന്ന ആള് ചോദിക്കും, ഇനി ആരെങ്കിലും ഉണ്ടോ? അപ്പൊ പറയും, ഇനി ആരുമില്ല എന്ന് എടുക്കല്ലേ, പോയിട്ട് വേറെ പണിയുണ്ട്. എല്ലാവർക്കും അവരുടേതായ തിരക്കുകളാണ്. നമ്മൾ അധികമൊന്നും ഓർത്തിരിക്കാൻ ഇവിടെ ആളുകൾ ഉണ്ടാവില്ല. പ്രിയമുള്ളവരെ, ഖബർസ്ഥാനിലൂടെ മയ്യത്ത് കൊണ്ടുപോയിട്ട് മയ്യത്തിന് വേണ്ടി ഖബറിലൂടെ സ്ഥൈര്യം നൽകാൻ, ഇസ്തിഗ്ഫാറിനെ ചോദിക്കാൻ നമ്മുടെ നാടുകളിലൊക്കെ സാധാരണ അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ എന്ന് പറഞ്ഞ ആളുകൾ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമ്മളുടെ കണ്ണിങ്ങനെ പരതും. നിർത്താണെങ്കിൽ പോയിരുന്നു. അവസാനം മയ്യത്തിന്റെ മക്കൾ മാത്രം കുറച്ചു നേരം അവിടെ നിൽക്കും. പിന്നെ അവരും യാത്ര പറഞ്ഞു പോകും. നമ്മളവിടെ ഒറ്റക്കാൻ, നമ്മളുടെ ഒരു സമ്പത്ത് പോലും നമ്മളുടെ കൂടെ വന്നിട്ടില്ല, നമ്മളുടെ ഒന്നുമില്ല. എന്നാൽ അവിടെ നിന്ന് അങ്ങോട്ട് ഉപകരിക്കാൻ മുത്ത് റസൂൽ സഹാബത്തിനോട് പറയാ, ദുനിയാവില് നിങ്ങൾ ശേഖരിക്കേണ്ടത് അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ഈ ദുനിയാവ് പരലോകത്തിനുള്ള കൃഷിഭൂമിയാണെങ്കിൽ, നല്ല വിളവ് കൊയ്യണമെങ്കിൽ എന്തൊക്കെ ഇവിടെ നിന്ന് സ്വരൂപിക്കണം? അവിടെ പ്രവാചകൻ പറയാണ്, ലിസാനുൻ ദാക്കിർ, അല്ലാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലുന്ന നാവ് വേണേ,
വഖൽബുൻ ഷാകിർ, അല്ലാഹുക്ക് നന്ദി ചെയ്യുന്ന ഒരു ഹൃദയം വേണം. വസൗജത്തുൻ മുഅ്മിനത്തുൻ തുഈനുഹു അലാ ഈമാനി, അവന്റെ ഈമാനിൽ അവനെ സഹായിക്കുന്ന മുഅ്മിനത്തായ ഒരു സഹധർമ്മിണിയും അവനുണ്ടാവണം. ഈ മൂന്ന് കാര്യം ദുനിയാവിൽ സ്വരൂപിക്കാൻ കഴിഞ്ഞാൽ സ്വർണത്തിനേക്കാളും വെള്ളിയിനേക്കാളും ഏറ്റവും വലിയ ശേഖരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ പറ, നമ്മുടെ മനസ്സിൽ നിരാശ എവിടെങ്കിലും പടരോ? എന്റെ കയ്യിൽ കുറെ സമ്പത്തുണ്ടായില്ലല്ലോ, ഒരു നിരാശയും വരില്ല. കാരണം എനിക്ക് വേണ്ടത് ദിക്ർ ചൊല്ലുന്ന നാവാൻ, നന്ദി ചെയ്യുന്ന ഒരു ഹൃദയമാണ്. പരലോകത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഈമാനികമായി എനിക്ക് പ്രചോദനം നൽകുന്ന, മോട്ടിവേഷൻ നൽകുന്ന ഒരു ഇണ എനിക്ക് വേണമെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അതിലൊന്നാമതായി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ലിസാനുൻ ദാക്കിർ, അള്ളാഹ്ക്ക് ദിക്ർ ചൊല്ലുന്ന നാവ്. യദ്കുറുല്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടി ദിക്ർ ചൊല്ലുന്നു. വയഹ്മദുഹു, അവന് ഹംദ് പറയാണ്, സ്തുതിക്കുകയാണ്. വയസ്തഗ്ഫിറുഹു, അള്ളാഹിനോട് പൊറുക്കൽ തേടുന്ന. വയുസ്നാ അലൈഹി, അവന് വേണ്ടി ഹംദുകൾ പറയുന്ന, അവനെ വാഴ്ത്തി പറയുന്ന, അള്ളാഹ്ക്ക് വേണ്ടി തസ്ബീഹുകൾ പറയുന്ന ഒരു നാവ് നമ്മളിലുണ്ടോ? ഉണ്ടോ? നമ്മുടെ നാവ് അങ്ങനെയാണോ? ഇന്ന് രാവിലെ മുതൽ ആലോചിച്ചു നോക്കേ. രാവിലെ കയ്യിലെ പത്രം കിട്ടിയത് മുതൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച ആളുകളാണ് നമ്മളൊക്കെ, അല്ലേ? ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചവരാൻ. ഒരു ശിരൂരിന്റെ മണ്ണിലെ മൃതദേഹം കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട്, അതിന്റെ ഓണറുമായി ബന്ധപ്പെട്ട്, അവിടുന്ന് ലബനാനിന്റെ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യം. ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ അള്ളാഹിനെ കുറിച്ച് ഓർത്ത എത്ര സമയമുണ്ടായിട്ടുണ്ട് നമ്മളുടെ ജീവിതത്തിൽ? എത്ര സെക്കൻഡ് അള്ളാഹ്ക്ക് വേണ്ടി ദിക്ർ ചൊല്ലുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്? നമ്മൾ ദുനിയാവിൽ എന്ത് കിട്ടുന്നതിനേക്കാളും മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ സ്വർണ്ണം വെള്ളിയൊക്കെ അപ്പുറം നിൽക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിന്റെ കഷ്ണമാണ്. ആ കണ്ണ് നനയുമ്പോൾ അള്ളാഹിന്റെ ഹബീബിന് വേദനയാണ്. ആ ഫാത്തിമ ബി ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വന്നത്, അലിയുടെ വീട്ടിൽ ജോലിയെടുത്തിട്ട് കയ്യിലെ തഴമ്പ് വീണിട്ടുണ്ട്, വെള്ളം കൊണ്ടുവന്ന് ഷോൾഡറിൽ അടയാളം വീണിട്ടുണ്ട്. ഒരു വൃത്തിയെ കിട്ടാൻ വഴിയുണ്ടോന്നറിയാൻ വാപ്പാനോട് ചോദിക്കാനാൻ റസൂൽ വീട്ടിലില്ല. പ്രവാചകന്റെ ഭാര്യമാരോട് വിഷയം ഇങ്ങനെ പറഞ്ഞു. അവര് തിരിച്ചുപോയി. അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലെത്തുമ്പോ പ്രവാചകന്റെ ഭാര്യമാര് പറയാം, മോള് വന്നിരുന്നു, ഇന്ന വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോ അള്ളാഹിന്റെ ഹബീബ് ഇങ്ങനെ കടന്നു ചെല്ലാൻ. അവിടുന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. രണ്ടുപേരെയും വലതും ഇടതുമായിരുത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലിന്റെ വെള്ളക്കാണുമാറ് കാലിങ്ങനെ മടക്കിയിരുത്തിയിട്ട് ഫാത്തിമ ബീവിയോട് ചോദിച്ചു, മോളെ, എന്റെ മോളെന്നോട് ചോദിച്ചത് ഒരു വൃത്തിയെ വെച്ച് തരാനല്ലേ? അതിനേക്കാളും ഹൈറായത് എന്റെ മോൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം എന്റെ മകള് പറയലാണ്. അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം പറയലാ. അല്ലാഹു അക്ബർ 34 പ്രാവശ്യം എന്റെ മകള് പറയലാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഒരു വൃത്തിയെ കിട്ടുന്നതിനേക്കാളും അലി റളിയല്ലാഹു അൻഹു പറയാ, അള്ളാന്റെ മുത്ത് റസൂൽ ഇങ്ങ് പറഞ്ഞു തന്നിട്ട് എന്റെ ജീവിതത്തിൽ ഞാനത് വിട്ടിട്ടില്ല. സഹാബത്ത് വെച്ച് സഫർ 1 സിഫീനിൽ മുസ്ലിങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോ അങ്ങ് അസ്വസ്ഥനായിരുന്നല്ലോ, അങ്ങ് താങ്കൾ അത് ചൊല്ലിയിരുന്നു, അന്ന് പോലും ഞാനത് വിട്ടിട്ടില്ല എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ജീവിതത്തിൽ ഒരു വൃത്തിയെ കിട്ടുന്നതിനേക്കാളും നമ്മൾ ആലോചിക്കുക, ദുനിയാവിൽ കുറെ അക്കൗണ്ട്സ് ഉണ്ടായി, കുറെ ശേഖരിച്ചു വെച്ചു, ഒന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല. പക്ഷെ നിങ്ങൾക്ക് സ്വർഗത്തിലെ മണൽത്തരികളെ വേണോ? സ്വർഗത്തിലെ ചെടികളെ വേണോ? മിഅ്റാജിന്റെ വേളയില് ഖലീലുല്ലാഹി ഇബ്രാഹീം അലൈഹിസ്സലാം മുത്തനബിയോട് പറഞ്ഞു, നബിയേ, സ്വർഗത്തിന്റെ മണ്ണെന്ന് പറയുന്നത്, അവിടെ നടാനുള്ള ചെടികളെന്ന് പറയുന്നത് ദിക്റുകളാണ്, തസ്ബീഹുകളാണ്, തഹ്ലീലുകളാണ്. അവിടെ ചെന്ന് നിങ്ങൾക്കത് നേടാൻ, അവിടെ ചെന്ന് നിങ്ങൾക്കതിനെ നേടിയെടുക്കാൻ വേറൊന്നും ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയണില്ല. അഡീഷണൽ ഒരു സോക്സ് പോലും ഇല്ലല്ലോ. 3 കഫംപുടത്തിന് പുറമെ വാപ്പാക്ക് വാദത്തിന്റെ പ്രശ്നമുണ്ട്, തണുപ്പിന്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് കാലിൽ ഒരു സോക്സ് ധരിക്കുന്ന ശീലുണ്ട്, അതുകൊണ്ട് അതും കൂടെ ആയിക്കോട്ടെ എന്ന് കഫംപുടവയിൽ ആരും തീരുമാനിക്കില്ല. അതുകൊണ്ട് കൊണ്ടുപോകാൻ കഴിയുന്ന, അല്ലാഹ്ക്ക് ദിക്ർ ചൊല്ലുന്ന നാവുണ്ടോ?
പരലോകത്തേക്ക് നിങ്ങൾക്ക് വലിയ നേട്ടം കൊയ്തെടുക്കാൻ സാധിക്കും. ദുനിയാവിൽ ശേഖരിക്കുന്ന ഏറ്റവും വലിയ ശേഖരമാണ്. റസൂൽ ഖുർആനിന്റെ ആയത്താണ് പറഞ്ഞത്, ധാരാളമായി ദിക്ർ ചൊല്ലുന്ന സ്ത്രീകളുണ്ടോ പുരുഷന്മാരുണ്ടോ? താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗമാണ്. താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗമാണ്. മഗ്ഫിറത്താണ്, പാപമോചനമാണ് അല്ലാഹു ഏർപ്പാട് ചെയ്തിരിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് എവിടെയും വാഹനം ഡ്രൈവ് ചെയ്യാണോ, നമ്മുടെ നാവ് ദിക്റുകളെ കൊണ്ട് നനയട്ടെ. അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്യുന്ന ഉമ്മ നാവ് ദിക്റുകളെ കൊണ്ട് മുഖരിതമാവട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു തആല പൊറുച്ചു തരാൻ. അതുകൊണ്ട് അല്ലാഹ്ക്ക് ദിക്ർ ചൊല്ലുന്നാവെന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അസ്തഗ്ഫിറുല്ലാഹ്, ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ട ഏത് ദിക്റുകളും ധാരാളമായി ചൊല്ലി അങ്ങനെ ദുനിയാവിൽ ശേഖരിക്കാൻ കഴിയുന്ന വലിയൊരു സമ്പത്ത് അതാണ്. രണ്ടാമത്തത് പറഞ്ഞത് വഖൽബുൻ ഷാക്കിർ, നന്ദി ചെയ്യുന്നൊരു ഹൃദയം നമുക്കുണ്ട്. പക്ഷെ അല്ലാഹ്ക്ക് വേണ്ടി ശുക്ർ ചെയ്യാൻ ഓക്കെ. ഖൽബുൻ യകൂൻ യഷ്കുറുല്ലാഹ അലാ നിഅമിഹി, അല്ലാഹ് തന്ന അനുഗ്രഹങ്ങൾക്ക് അവനോട് നന്ദി ചെയ്യുന്ന ഒരു ഹൃദയമുണ്ടാവുക. വഫളിഹി വഇഹ്സാനി, അല്ലാഹ് തന്ന ഒരുപാട് നന്മകളില്ലേ, നമുക്ക് ഒരുപാട് സാധ്യതകളെ തന്നിട്ടില്ലേ, ആ അല്ലാഹ്ക്ക് അതിനു വേണ്ടി ശുക്ർ പറയാൻ ഒരു ഹൃദയം നമ്മളിൽ ഉണ്ടാവണം. നമ്മളുടെ ഹൃദയത്തിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഇല്ലായ്മയുടെ കഥകളെ പറയാനാണ്. നീ എനിക്കൊന്നും തന്നില്ലല്ലോ പഠിച്ചോനെ. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഉൻദുറൂ ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളെക്കാൾ താഴെത്തട്ടുള്ളവരിലേക്ക് നിങ്ങൾ നോക്കണേ. വലാ തൻദുറൂ ഇലാ മൻ ഹുവ ഫൗകകും, നിങ്ങളുടെ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കണ്ട. വഹുവ അജ്ദറു അല്ലാ തസ്ദറൂ നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളെ നിസ്സാരമാക്കാതിരിക്കാൻ അതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും താഴെയുള്ളവരിലേക്ക് നോക്കുക. നമ്മളുടെ അത്ര പോലും ലഭിക്കാത്ത ആളുകളില്ലേ? അൽഹംദുലില്ലാ എന്ന് പറയാനുള്ള മനസ്സുണ്ടാകും. നമ്മളെപ്പോഴും മുകളിലേക്കാ ചിന്തിക്കുന്നത്. അവർക്കൊക്കെ കിട്ടി, എനിക്ക് കിട്ടിയിട്ടില്ല. എല്ലാ അഹങ്കാരം തീർന്നു പോണ ഒരിടമുണ്ട് കേരളത്തിൽ, അറിയോ? RCCയുടെ അകത്തളങ്ങളിൽ ഒരു തവണ കയറി ഇറങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാവും അല്ലാഹു എനിക്ക് എത്ര നിഅമത്ത് തന്നിട്ടുണ്ട്. ഉമ്മയുടെ കയ്യിൽ പുഴു തിളക്കണ പോലെ തിളക്കണ മക്കളുണ്ട് അവിടെ. വേദന സഹിക്കാൻ കഴിയാത്ത വല്ലാത്ത വേദനയാ. പലപ്പോഴും നമ്മളുടെയൊക്കെ പകരം ഇടക്കൊക്കെ ഇങ്ങനെ ഖുതുബൊക്കെ നടത്തുന്ന ഒരു സുഹൃത്ത് ആത്മാർത്ഥമായിട്ട് ചോദിച്ചത് ഉമ്മയാണ്. പക്ഷേ ഉമ്മ മരിക്കാൻ വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒരു റീസൺ ഉണ്ടോ ഇസ്ലാമിൽ? കാരണം ക്യാൻസറിന്റെ 4th സ്റ്റേജ് എന്ന് ഡയഗ്നോസ് ചെയ്ത് ഉമ്മ വേദന സഹിക്കാൻ കഴിയാതെ ഇങ്ങനെ പിടക്കുമ്പോ കാണാൻ പറ്റണില്ല, കണ്ടെടുക്കാൻ പറ്റണില്ല എന്നൊരു വേദന നമ്മൾ ആലോചിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസം അനുഭവിക്കുന്നവർക്കൊക്കെ അല്ലാഹു ശിഫ ആജിൽ പ്രദാനം ചെയ്യട്ടെ. നമ്മളിങ്ങനെ വന്നിരിക്കണില്ലേ ആരോഗ്യത്തിൽ? അല്ലാഹു തന്നേ നമ്മൾ മറന്നില്ലേ? ഇല്ലേ? നമ്മളുടെ സമ്പത്ത് വരെ നിമിഷ നേരം കൊണ്ട് ഉരുക്കി കളയാൻ കഴിയുന്ന രോഗങ്ങളില്ലേ? പ്രൗഢിയും സമാധാനവും ആളുകളുടെ മുന്നിലൊക്കെ പ്രശസ്തിയോടെ കഴിഞ്ഞ എല്ലാ സമ്പത്തും ട്രീറ്റ്മെന്റ് ചെയ്ത് മാറിപ്പോയി ഒരു സഹോദരിയുടെ വിഷയം കഴിഞ്ഞ ദിവസം സൂചിപ്പിക്കേണ്ട. അല്ലാഹു തആല കുടുംബത്തിന് സമാധാനം നൽകട്ടെ, സഹോദരിക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇനി എവിടെ നിന്ന് കിട്ടുന്നില്ല, ആരോട് കൈ ചോദിക്കണമെന്നില്ല. അഭിമാനം വലിയ വിഷയം തന്നെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പ്രിയമുള്ളവരെ, അല്ലാഹു 2 കിഡ്നി തന്നില്ലേ? ഒന്ന് ഫെയിലിയർ ആയാൽ അടുത്തത് അഡീഷണൽ പ്രവർത്തിക്കണില്ലേ? നമ്മളൊന്ന് പകരം വെക്കാൻ 30 ലക്ഷം ഡൊണേറ്റ് ചെയ്താലും പണം ചെലവഴിച്ചിട്ടും നമുക്ക് ആവണില്ല. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ 2 എണ്ണം അല്ലാഹു സൗജന്യമായി തന്നപ്പോ വില അറിഞ്ഞിട്ടില്ല നമ്മള്. കൊറോണ വൈറസിന്റെ കാലഘട്ടങ്ങളിൽ ഓക്സിജന്റെ സിലിണ്ടറിന് പണം കൊടുക്കുമ്പോ അല്ലാത്ത നിമിഷങ്ങളെ മുഴുവൻ സൗജന്യമായി ആസ്വദിക്കുമ്പോ അല്ലാഹനെ മറന്നവരെ 80 വയസ്സ് വരെ ജീവിക്കുന്ന കാലഘട്ടത്തിനിടക്ക് 10,000 കണ്ടെയ്നർ ബ്ലഡാണ് ഈ ശരീരത്തിൽ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടത്. നമ്മൾ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? 3 നേരം ഭക്ഷണം അങ്ങനെ കൊടുത്തു എന്നല്ലാതെ ഒരു ഫാക്ടറി കണക്കിങ്ങനെ പ്രവർത്തിച്ചപ്പോ അല്ലാഹുവോട് അൽഹംദുലില്ലാ, എന്റെ റബ്ബിനൊരു ശുക്ർ പറയാൻ കഴിയുന്നില്ല. എന്നിട്ട് നമ്മൾ തന്നില്ല എന്ന പരാതികളുടെ വർത്തമാനങ്ങൾ മാത്രമാണ്.
ഒരു നാൽക്കാലി മൃഗമാകുന്ന കുതിരയുടെ നന്ദി നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞത് അള്ളാന്റെ ഖുർആൻ സൂറത്തു ആദിയാത്ത് والعاديات ضبحا فالموريات قدحا فالمعيرات صبحا فأثرن به نقعا فوسطن به جمعا. അഞ്ചായത്തിലെ മനോഹരമായ സത്യങ്ങളെ അല്ലാഹു പറയാണ്, കിതച്ചുകൊണ്ട് വേഗത്തിലൂടെ ഓടുന്നവ തന്നെയാണ് സത്യമെന്നല്ലാഹ്. ആ ഓട്ടത്തിന്റെ വേഗത തീപ്പൊരികളെ കുളമ്പുകൾ പാറകളിൽ ഒരസുമ്പോ തീപ്പൊരികൾ പാറുകയാണ്. മണലുകളിലൂടെ ഓടുമ്പോ കുളമ്പുകളുടെ ചാഞ്ചല്യമാണ്. അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ പാറുമ്പോ മനുഷ്യനെല്ലാം മടിപിടിക്കുന്ന പ്രഭാത സമയങ്ങളില് ഒരു മടിയുമില്ലാതെ കുതിര ഓടി ശത്രുസേനയുടെ മധ്യത്തിലേക്ക് ജീവൻ നോക്കാതെ കുതിര എടുത്തു ചാടുന്നുവെങ്കില് ആർക്കു വേണ്ടി എന്ന ചോദ്യം. ആർക്ക് വേണ്ടിയിട്ട? ആ കുതിരയുടെ മനുഷ്യനാകുന്ന യജമാനന്. ആ യജമാനൻ എന്തു കൊടുത്തതിന്? അതിന്റെ ഉടമസ്ഥനായി എന്നുള്ളതിന്റെ പേരിലോ, കുറച്ച് പുല്ലും വെള്ളവും കൊടുത്തതിന്റെ പേരിലോ, അതിന് നന്ദി എന്നോണം ഒരു കുതിര ഇത്രമാത്രം അധ്വാനിക്കുമോ? അത് സത്യം ചെയ്ത് അല്ലാഹു പറഞ്ഞ വാക്കുണ്ട്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂത്. മനുഷ്യൻ അവന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവൻ തന്നെയാണ്. നമ്മൾ ആലോചിച്ചു നോക്കിയേ, അല്ലാഹു പറഞ്ഞ വാക്ക് സത്യമല്ലേ? സത്യമായൊരു വാക്കല്ലേ? 2 കൈയും 2 കാലും നഷ്ടപ്പെട്ട് മരുഭൂമിയിലൂടെ ഒറ്റപ്പെട്ട അബൂ കിലാബ് എന്ന് പറയുന്ന ഒരു മകൻ അല്ലാഹു സൗജന്യ സമ്മാനമായി കൊടുത്ത മനുഷ്യൻ അല്ലാഹുവിനോട്, അല്ലാഹുവേ, നീ ചെയ്ത അനുഗ്രഹത്തിന് ശുക്ർ ചെയ്യുന്നവനാക്കി എന്നെ മാറ്റണേ എന്ന് ദുആ ചെയ്യപ്പെട്ടപ്പോ അബ്ബാസിയ ഗവർണർക്ക് പോലും അത്ഭുതം. 2 കയ്യുമില്ല, കാലുമില്ല, എന്നിട്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണത് എന്താ? നീ തന്ന നിഅമത്തിന് ശുക്ർ ചെയ്യുന്നവനാക്കി മാറ്റണേ. ആള് പറയാൻ, എന്റെ മകനെ കാണാനില്ല, നിങ്ങളൊന്ന് കണ്ടെത്തി തരോ? ആ ഗവർണർ ഇങ്ങനെ അന്വേഷിച്ച് വന്നപ്പോ മൃഗങ്ങൾ പാതി തന്നൊരു മൃതശരീര കിട്ടിയത്. നിങ്ങൾക്കറിയോ, ഈ മനുഷ്യൻ എങ്ങനെ സമാധാനിപ്പിക്കണം എന്നറിയാതെ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അയ്യൂബ് നബിയാണോ താങ്കളാണോ ശ്രേഷ്ഠൻ? അദ്ദേഹം പറഞ്ഞു, അയ്യൂബ് നബിയാണ്. അയ്യൂബിന് മക്കൾ മരിച്ചപ്പോ എന്താ പറഞ്ഞേ? അള്ളാഹിനെ സ്തുതിച്ച ആളാണ്, തർജിയെ പറഞ്ഞ ആളാണ്. അങ്ങനെ പറഞ്ഞപ്പോ ഈ മനുഷ്യനോട് പറഞ്ഞു, താങ്കളുടെ മകൻ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ അബൂ കിലാബ് എന്ന നിസ്സാരക്കാരനല്ലാട്ടോ, മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ശിഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം പറയാണ്, തിരമാല വന്നെന്നെ മൂടിക്കളഞ്ഞാലും, പർവ്വതങ്ങൾ എന്നെ ഇല്ലായ്മ ചെയ്താലും, ഒരു തീനാളം വന്നെന്നെ പൊതിഞ്ഞാലും, ഇൻ അസീദു റബ്ബി ലാ ശുക്ര, എന്റെ അല്ലാഹ്ക്ക് നന്ദിയല്ലാതെ ഞാൻ പറയില്ല എന്ന് പറഞ്ഞ മനുഷ്യൻ. എന്റെ ഗൗരവങ്ങൾ മനസ്സിലാക്കണം. അയ്യൂബ് നബീനെ അള്ളാഹു രോഗം കൊണ്ട് ഇങ്ങനെ പരീക്ഷിച്ചു. 13 കൊല്ലം 18 കൊല്ലം. മഹാനായ ഇബ്നു കസീർ തഫ്സീറുൽ ഖുർആനുൽ അദീമിലെ 13 കൊല്ലം, അങ്ങനെ 18 കൊല്ലമൊക്കെ അഭിപ്രായം വരുന്നുണ്ട്. എല്ലും വന്ന് മാംസം ഇങ്ങനെ അടർന്നു വീഴുന്ന ഒരു രോഗം വരുന്നില്ല. ഇതിൽ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഒരു സാധാരണക്കാരനായി ജീവിച്ച ആളല്ല അയ്യൂബ് നബി. ഡമസ്കസ് കൊട്ടാരത്തിന്റെ രാജകുമാരനാ. അദ്ദേഹമാണ് തെരുവിൽ കഴിയുന്നത്. വെള്ളം പോലും ഭക്ഷണം പോലും കൊടുക്കാതെ ജനങ്ങൾ ആട്ടിവിടുന്നത് കുഷ്ഠമാണെന്ന് പറഞ്ഞത്. എന്നിട്ടോ സൂറത്ത് അംബിയായിലെ 84-ാമത്തെ ആയത്തിലെ ആ രോഗം മാറുന്ന അവസാന മൂമെന്റ് ഉണ്ട്. അല്ലാഹു തആല ഒരു വെള്ളത്തിലൂടെ അദ്ദേഹത്തെ തഴുകിയെടുക്കുമ്പോ അതിന് തൊട്ടു മുമ്പ് അയ്യൂബ് നബി പറഞ്ഞൊരു വാക്കുണ്ട്, വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റഹീമീൻ. എനിക്കാകെ പ്രയാസം ബാധിച്ചു റബ്ബേ, നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും നന്നായി കരുണ ചെയ്യുന്നവനല്ലേ. എനിക്ക് രോഗം തന്നില്ലെന്നല്ല, പ്രയാസം തന്നില്ലെന്നല്ല. അതുകൊണ്ട് അല്ലാഹ് തന്നത് വലുതാ പ്രിയമുള്ളവരെ, നിസ്സാരല്ല. അതുകൊണ്ട് അല്ലാഹ്ക്ക് വേണ്ടി ശുക്ർ ചെയ്യാനുള്ള ഒരു ഹൃദയം നമ്മളിലുണ്ടോ? നമ്മൾ എത്ര ചെയ്തു? ഒരു ദിവസം 5 വക്ത് 5 മിനിറ്റ് വെച്ച് 25 മിനിറ്റ് അത് കൊടുത്തത് മതിയാവോ അല്ലാഹ്ക്ക് വേണ്ടി? ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നതെന്നറിയോ? ആയുസ് മുഴുവൻ അല്ലാഹ് തന്നത് മുഴുവൻ അല്ലാഹ്ക്ക് വേണ്ടി ഇബാദത്തിൽ സമർപ്പിച്ചാലും അല്ലാഹ് തന്നതിന് പകരാവൂല്ല. സ്വർഗത്തിൽ പോണെങ്കിലേ അല്ലാഹുവിന്റെ റഹ്മത്ത് തന്നെ വേണം. അല്ലാഹ് തന്നതിന് പകരം ഇബാദത്തുകൊണ്ട് സ്വർഗത്തിൽ കടക്കാൻ നമ്മൾ വിചാരിക്കണ്ട. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹു മരിച്ചു കിടക്കുമ്പോൾ പറഞ്ഞത്,
അള്ളാഹുവാണ് സത്യം, ഞാൻ അള്ളാന്റെ റസൂലാണ്, ഈ മുഹമ്മദ് എന്ന ഞാൻ പോലും രക്ഷപ്പെടൂല, ഇല്ല അയ്യഅഹമ്മദനി അല്ലാഹു റബ്ബി ബിറഹ്മതി, അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ. അതുകൊണ്ട് അള്ളാന്റെ റഹ്മത്ത് കിട്ടണം നമുക്ക്. അള്ളാഹ്ക്ക് വേണ്ടി എത്ര ചെയ്താലും അതെവിടെ എത്തണില്ല, അല്ല തന്നതിന് പകരമാവണില്ല. പ്രിയമുള്ളവരെ, ഒക്കെ സൃഷ്ടിക്കപ്പെട്ട നാൾ മുതൽ ഖിയാമത്ത് നാളിന്റെ സാഹചര്യം വരെ അള്ളാഹ്ക്ക് വേണ്ടി സുജൂദിൽ കിടക്കണം മലക്കുകളുണ്ട്. അവരന്ന് തലബന്ധിക്കുമ്പോൾ പറയുന്നത്, അള്ളാഹുവേ, നിന്റെ മജദിന് മഹത്വത്തിന് പകരമായി സുജൂദ് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല റബ്ബേന്ന്. അപ്പൊ നമ്മൾ എന്താ കൊടുത്തേ? നമ്മളുടെ ഇബാദത്ത് എന്താ? ഭൗതികത എന്താ? ദുനിയാവെന്താ? ബൽ തുഅ്സിറൂനൽ ഹയാത്ത ദുനിയ, നമ്മൾ ദുനിയാവിന് പ്രാധാന്യം കൊടുക്കാൻ. വല്ലാഖിറതു ഖൈറും വഅബ്ഖാ, പരലോകമാണ് ഉത്തമം, എന്നെന്നും ബാക്കിയാവുന്നത്. അതുകൊണ്ട് ഹൃദയം അല്ലാഹ്ക്ക് വേണ്ടി ശുക്ർ ചെയ്യുന്ന, നന്ദി പറയുന്ന, ആരോഗ്യത്തിന്റെ സമയത്ത് അല്ലാഹനെ ഓർക്കുന്ന നല്ല ഹൃദയമുണ്ടോ, പരലോകത്തെ രക്ഷപ്പെടാം. ദിക്ർ ചൊല്ലുന്ന നാവ്, നന്ദി ചെയ്യുന്നൊരു ഹൃദയം. വസൗജത്തും മുഅ്മിന, ഒരു മുഅ്മിനത്തായ ഇണയുണ്ടാവണം. തുഈനുഹു അലാ ഈമാനി, അവന്റെ ഈമാനിൽ അവനെ സഹായിക്കുന്ന ഒരു ഇണയുണ്ടാവണമെന്ന്. തകൂനു ലഹു ഔനൻ അലാ ത്വാഅത്തില്ലാ, അല്ലാഹനെ അനുസരിക്കാൻ ഒരു സഹായിയായി നിലകൊള്ളുന്ന ഫീ ദീനി, അല്ലാഹന്റെ മാർഗത്തിലൂടെ. വതുദക്കിറുഹു ബിഹി, ആ മാർഗത്തിൽ അവനെ ഇങ്ങനെ ഓർമ്മപ്പെടുത്താൻ, നിസ്കരിക്കാൻ, നോമ്പിന്, അതുപോലെ തന്നെ അല്ലാഹ്ക്കുള്ള ഇബാദത്തുകളിൽ ഓർമ്മപ്പെടുത്തുന്ന, അനുസരിക്കാൻ പ്രചോദനം കൊടുക്കുന്ന ഒരു സഹധർമ്മിണിയാണ്. അങ്ങനൊന്ന് ദുനിയാവിൽ നിങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞാൽ, അതുപോലെ വ്യഭിചാരം പോലെയുള്ള ഹറാമുകളിൽ നിന്ന് അവനെ തടയാൻ കഴിയുന്ന ഒരു ഇണ അവനുണ്ടോ, അവന് പരലോകത്ത് രക്ഷപ്പെടുന്ന മുഅ്മിനത്തായ ഒരു സഹധർമ്മിണി എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു പോയിന്റിൽ എനിക്ക് പറയാനുള്ളത്, നമ്മളൊക്കെ സാധാരണ പറയും നാം വിവാഹം കഴിക്കുന്നവരെ ദീനുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. പക്ഷെ ആ ഒരൊറ്റ പോയിന്റ് നമ്മളൊക്കെ സാധാരണ ഉപയോഗപ്പെടുത്തി നമ്മളുടെ വീട്ടിലേക്കല്ലേ വരണേ, ഉണ്ടായിക്കോളെന്ന് പറയണേ. നിങ്ങൾക്കറിയോ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിനെ കൊന്നതാര? പേരുകൊണ്ട് മോശക്കാരനല്ല, അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം. അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം അലി റളിയല്ലാഹുവിന്റെ ദിനചര്യകളെ കൃത്യമായി അറിയുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് ഇൽമുണ്ടായിരുന്നു, അറിവുണ്ടായിരുന്നു. പക്ഷേ ഖവാരിജിയത്തിൽപ്പെട്ട ഒരു പെണ്ണിനോട് അദ്ദേഹത്തിനൊരു താല്പര്യം തോന്നിയപ്പോ കൂടെയുണ്ടായിരുന്ന സഹാബത്തിനോടൊക്കെ കൂടി ആലോചിച്ചു. അവർ പറഞ്ഞു, അവർ പഴച്ച കക്ഷിയാണ്, ഖവാരിജിയത്താണ്, അവരെ വിവാഹം കഴിക്കേണ്ട. ഇദ്ദേഹം പറഞ്ഞു, ഞാൻ അവളെ ശരിപ്പെടുത്തിക്കൊള്ളാം, നന്നാക്കിക്കൊള്ളാം. നിങ്ങൾക്കറിയോ, അലി റളിയല്ലാഹുവിന്റെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം, കൊല്ലാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോ മദീനയിലെ ആളുകളെയെല്ലാം വിളിച്ച്, നാട്ടുകാരായ ആളുകളെ മുഴുവൻ സുബഹിന്റെ മുമ്പ് വിളിച്ചുണർത്തി, പള്ളിയിലേക്ക് കടന്നു വരുന്ന അലി റളിയല്ലാഹുവിന്റെ ദിനചര്യ അറിയുന്ന അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം പള്ളിയുടെ കമാനത്തിൽ കാത്തുനിന്നു. അലി റളിയല്ലാഹു കടന്നു വരുമ്പോ തല ലക്ഷ്യമാക്കി വെട്ടുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം പറഞ്ഞ വാക്കുണ്ട്, അലി, ഇത് അല്ലാഹ്ക്ക് വേണ്ടിയിട്ടാണ്, ഇത് അല്ലാഹ്ക്ക് വേണ്ടിയിട്ടാണ്. പ്രിയമുള്ളവരെ, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരിൽ ഏറ്റവും മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തിന്റെ മനസ്സിൽ അല്ലാഹുവിന്റെ ശത്രുവായി മാറുന്നുണ്ടെങ്കിൽ ആലോചിച്ചു നോക്കി, എത്രത്തോളം പഴച്ചുപോയി ഈമാൻ എന്നുള്ളത്. അദ്ദേഹത്തിന് ശിക്ഷ നടപ്പാക്കുന്നു പറഞ്ഞപ്പോ അദ്ദേഹത്തിനൊരു കൂസലുമില്ല. അദ്ദേഹത്തിന്റെ നാവ് മുറിക്കുന്നു പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ കണ്ണീര് പൊഴിച്ചത്, ഇനി എനിക്ക് അല്ലാഹ്ക്ക് ദിക്ർ ചെല്ലാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോ ഈമാനിലാണ് പിഴവ് പറ്റിയത്. പരലോകത്തിനെ സഹായിക്കുന്ന ഒരു ഇണ ദീന് നോക്കി ഉണ്ടാവണമെന്ന് പറഞ്ഞു. എങ്ങനെയാ സഹായിക്കുക? അള്ളാന്റെ ഇബാദത്തിന്. ഉത്തരസോല് പറയാണ്, രാവിന്റെ അന്തിയാമങ്ങളില് അവർ കിടന്നുറങ്ങി എണീക്കാൻ നിസ്കാരത്തിന് വേണ്ടി പരസ്പരം വിളിച്ചുണർത്തുന്ന ദമ്പതികളുണ്ടോ? റഹിമല്ലാഹു ലിറജുലിൻ, ഒരു ഭർത്താവിന് അല്ലാഹു കരുണ ചെയ്യട്ടെ. വീണ്ടും പ്രവാചകൻ ദുആ ചെയ്തത്, ആ വിളിച്ചുണർത്തുന്ന ഭാര്യയുണ്ടോ? റഹിമല്ലാഹു ഇംറഅ, ആ പെണ്ണിനും അല്ലാഹു കരുണ ചെയ്യട്ടെ. ദുആ ലഭിക്കുന്നത് ആരുടേതാണ്? ലോകത്തിന്റെ മുത്തിൻ്റെതാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ നന്മകൾക്കും പ്രചോദനം നൽകാൻ ഇല്ലേ? പട്ടിണി കൊണ്ട് കണ്ണിങ്ങനെ നിറഞ്ഞൊലിച്ച ഫാത്തിമ ബീവി വിശപ്പാണ്. അലി റളിയല്ലാഹുവിന്റെ കൈക്കുമ്പിളിലൂടെ കിട്ടിയ ഈത്തപ്പഴം അതൊരു യാചകൻ കൈനീട്ടി ചോദിച്ചപ്പോ അയാളുടെ കയ്യിൽ വെച്ചുകൊടുത്ത് വെറും കൈയോടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ, സാരല്ല അലി, അത് കൊടുത്തില്ലേ, നിദാനം ചെയ്തില്ലേ?
സ്വർഗത്തിന്റെ പഴം തിന്ന അനുഭൂതി ഇപ്പൊ ഞാൻ അറിയുന്നുണ്ട് അലി എന്ന് പറഞ്ഞ മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ. അവിടെയാ പ്രിയമുള്ളവരെ മാതൃക. പരലോകത്തിന് വേണ്ടി അവിടെ രക്ഷപ്പെടാൻ, അള്ളാന്റെ സ്വർഗത്തിൽ കുടുംബത്തോട് ഒരുമിച്ച് ചേരാൻ. അതോടൊപ്പം തന്നെ ഏതൊരു പാപത്തിലേക്ക് കടന്നു വരുമ്പോ അതിനെ തടയിടാൻ ഒരൊറ്റ കാര്യം നമ്മളുടെ മനസ്സുകളിലൂടെ കടന്നു വന്നാൽ മതി. നമ്മളുടെ പ്രിയപ്പെട്ട ഭർത്താവ്, പ്രിയപ്പെട്ട ഭാര്യ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയില്, കൊട്ടാരങ്ങളൊക്കെ തീപ്പൊരി പാറുന്ന ആ നരകാഗ്നിയില് പ്രിയമുള്ളവരെ അളക്കാൻ കണക്കാക്കാത്ത ചൂടിന്റെ കല്ല് വരെ കത്തിപ്പോകുന്ന ആ നരകത്തില് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹ അന്നാസ വൽ ഹിജാറ. മനുഷ്യന്റെ കൂടെ കല്ലിനെ കത്തിക്കുന്ന നരകം. ദുനിയാവില് കല്ല് കത്തണില്ല, അതിന് മാത്രമുള്ള ചൂടില്ല ദുനിയാവില്. സ്വർണവും ഇരുമ്പും മുരുക്കും ഈയവും എല്ലാം ഉരുകി വെള്ളമായാലും ഒരു കല്ല് കത്തിക്കാനുള്ള അതിന്റെ സെൽഷ്യസിന്റെ ചൂട് വരാൻ ദുനിയാവിൽ ഒരു തീ ഉൾക്കൊള്ളാൻ കഴിയണില്ലെങ്കിൽ ആ നരകത്തിൽ അത് കത്തുമ്പോ അതിലെന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ചങ്ങലകളാൽ മുഖം കുത്തി വലിച്ചെറിയപ്പെടുമ്പോ അതുണ്ടാവല്ലേ എന്നാഗ്രഹിക്കാൻ, പാപങ്ങളെ തൊട്ട് തടയാൻ, സ്വർഗത്തിലേക്കുള്ള അമല് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഇണയുണ്ടോ? രക്ഷപ്പെടാൻ പ്രിയമുള്ളവരെ, എന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്, എന്റെ സഹധർമ്മിണിയാണ്, ജീവിതത്തിലെല്ലാം ചെയ്തു തരുന്നവളാണ്. പക്ഷെ നാളെ അല്ലാഹുവേ അവളെ വലിച്ചു കൊണ്ടുപോയി എറിയപ്പെടുമ്പോ, അവളുടെ ശരീരങ്ങളെ കത്തിച്ചു ചാമ്പലാക്കുമ്പോ ഒരു സമാധാനത്തിന്റെ ഇടം പോലുമില്ലാത്ത ആ നരകത്തിൽ അവൾ വീഴല്ലേ എന്ന ആഗ്രഹത്തോടുകൂടെ നന്മയിലേക്ക് കൈപിടിക്കുന്ന, തിന്മകളോട് പ്രതിരോധിക്കുന്ന, വേണ്ട എന്ന് പറഞ്ഞ് തടഞ്ഞു വെക്കുന്ന ഏറ്റവും നല്ല സഹധർമ്മിണിമാരാണ്. ദുനിയാവിൽ കിട്ടാവുന്ന സ്വർണത്തിനേക്കാൾ വെള്ളിയേക്കാൾ നമുക്കുള്ള ഏറ്റവും വലിയ മൂല്യം എന്ന് പറയണേ. അതുകൊണ്ട് ഈ 3 കാര്യം ഖുത്ബ കഴിഞ്ഞ് പോകുമ്പോഴും മറക്കരുത്. ഉണ്ടാവണം നമുക്ക്, ഉള്ളവരെ വാർത്തെടുക്കണം നമുക്ക്. ദിക്ർ ചൊല്ലാനുള്ള നാവ്, നന്ദി ചെയ്യാനുള്ള ഹൃദയം, പരലോകത്തിന് വേണ്ടി പ്രചോദനം നൽകുന്ന മുഅ്മിനത്തായ ഇണകളായി മാറാൻ. പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ പ്രവൃത്തിതലങ്ങളിൽ ഇതിനെ കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് രക്ഷപ്പെടേണ്ടത് അവിടെയാണ്. ബാക്കിയെല്ലാം പാതിവഴിയിൽ അസ്തമിച്ചു പോകുമെന്നുള്ളതിൽ ഒരു സംശയവും ഒരു സമ്പത്തും നമുക്ക് കൊണ്ടുപോകാൻ കഴിയണില്ല. പക്ഷെ ബാക്കിയെല്ലാം നമുക്ക് അടുത്തിട്ടുണ്ട്. ഇഖ്തറബത്തി സ്സാഅ, ഖുർആൻ പറഞ്ഞൊരു വാക്കാണ്. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, ജനങ്ങളുടെ വിചാരണ അടുത്തു. ഇതൊക്കെ ഖുർആൻ പറഞ്ഞതാണ്. അത് അടുത്തു എന്ന് പറയാൻ വളരെ നിസ്സാരാണ്. പോവാനുള്ള മയ്യത്ത് കട്ടിൽ റെഡിയാണ്, ഖബർസ്ഥാന് റെഡിയാണ്, നമുക്കുള്ള കഫംപടവ് റെഡിയാണ്. നമ്മളും ഒരു മരണരോഗം തമ്മിലൊരു പരിശോധനയുടെ അകലമാണെങ്കിലും അറിയില്ല. ഈ പള്ളിയിൽ നിന്ന് വീട്ടിലെത്തുമെന്നുള്ള ഗ്യാരണ്ടി പോലും ഇല്ലാത്തവനാ മനുഷ്യൻ. ഈ ധരിച്ച വസ്ത്രം നമ്മുടെ കൈകൊണ്ടാണ്. തിരിച്ചതേ കൈക്കൊണ്ടഴിക്കാൻ കഴിയോ? മയ്യത്ത് കുളിപ്പിക്കുന്നവന്റെ കൈക്കൊണ്ടഴിക്കേണ്ടി വരുമോ? പറയാൻ കഴിയില്ല. നാളെ ഇതുപോലൊരു സമയം ജനമധ്യത്തിലുണ്ടോ? ഖബർസ്ഥാന്റെ 6 അടി മണ്ണിലാണോ? അറിയില്ല. എല്ലാം അറിയുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. അതുകൊണ്ട് ഏത് സമയം മടങ്ങിയാലും പത്തരമാറ്റ ഈമാനിന്റെ റൂഹായി മടങ്ങാൻ ഒരു ഒരുക്കമുണ്ടാവാൻ, എന്നും എൻ്റെ കയ്യിൽ ഈ സമ്പത്തുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ളൊരു ശ്രമം നമ്മൾ നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد، اتقوا الله يا عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഞാൻ ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ആയത്തിലും അള്ളാഹു ഓർമ്മപ്പെടുത്തി നമ്മളോട് അൽമാലു വൽബനു, നമ്മളുടെ പണം, നമ്മളുടെ മക്കളില്ലേ, സീനത്തുൽ ഹയാത്തി ദുനിയ, ഭൗതിക ലോക ജീവിതത്തിന്റെ അലങ്കാരങ്ങളാണ്. പക്ഷേ ബാക്കിയാവുന്ന പുണ്യകർമ്മങ്ങളാണ് അള്ളാന്റെ അടുക്കൽ ഏറ്റവും പ്രതിഫലമായിട്ടുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്നും ബാക്കിയാവുന്ന അമലുകളായി, സൽക്കർമ്മങ്ങളായി ആ സമ്പത്ത് മാറണം, ആ മക്കൾ മാറണം, അതിനുള്ള പ്രവർത്തനം ജീവിതത്തിൽ ഉണ്ടാവണം. അതിനുവേണ്ടിയുള്ള ഓരോ ശ്രമങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. മറ്റൊരു പ്രധാന വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽ ഓർപ്പെടുത്താനുള്ളത്, ഇത് നിങ്ങളോട് ഞാൻ പറയേണ്ട ബാധ്യതയാണ്. നമ്മുടെ പള്ളി അള്ളാന്റെ ഭവനാണ്. ഏത് പള്ളിയും അള്ളാഹുവിന്റെ ഭവനങ്ങളാണ്.
ആ പള്ളികളെ പരിപാലിക്കേണ്ട ബാധ്യത നമ്മളിലുള്ളതാണ്. അത് മറ്റൊരാൾ വന്ന് ഏറ്റെടുക്കുകയില്ല. പ്രത്യേകിച്ച് ഇന്നിന്റെ സാഹചര്യം നമുക്കറിയാം. ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിലും സാമ്പത്തികമായി വലിയ ഞെരുക്കം സമൂഹം അടിത്തട്ടിൽ അനുഭവിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു സാഹചര്യമാണ്. ആ സമയത്ത് കയ്യിൽ നിന്ന് ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ത്യാഗപൂർണമായൊരു അവസരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കേൾക്കുന്ന ഈ ജിഹാദ് എന്ന് പറഞ്ഞ പദങ്ങളൊന്നും കഠിനമായി അധ്വാനിക്കലേ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് കടന്നു വരേണ്ടതുണ്ട്. നമ്മൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഈ പള്ളിയുടെ ഒരു ഭാഗവാക്കാവാൻ പല ദേശത്തുനിന്ന് ഭാഗത്തുനിന്നൊക്കെ നമ്മളിവിടെ കണ്ണിച്ചേരുന്ന ആളുകളാണ്. ഒരു മാസത്തിൽ ഇന്നത് എൻ്റെ ഭാഗത്തുനിന്ന് ആ രീതിയിലൂടെ മാസവരി കൊടുക്കുന്ന ആളുകളിൽ നമുക്ക് ഭാഗവാക്കാവാൻ കഴിയും. അതല്ലെങ്കിൽ ഓരോ വെള്ളിയാഴ്ചകളെ ജുമ കഴിഞ്ഞിറങ്ങുന്ന സന്ദർഭങ്ങളിൽ ചെലവഴിക്കുന്ന ആളുകളുണ്ട്. ഒരു നിശ്ചിതമായി എൻ്റെ ജീവിതത്തിൻ്റെ റൊട്ടീനായി നമ്മളതിനെ കണ്ടു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, പുറത്തുനിന്നൊരാൾ വന്ന് നമ്മുടെ പള്ളീനെ പരിപാലിക്കാനില്ല, പുറത്തുനിന്നൊരാൾ വന്ന് ഇവിടുത്തെ കാര്യങ്ങൾ നടത്താനില്ല. നമ്മളാണ് അള്ളാന്റെ ഭവനത്തിനെ സംരക്ഷിക്കേണ്ടത്, അതിന്റെ കാര്യങ്ങൾ നടത്തേണ്ടത് എന്ന കൃത്യമായ ഒരു ബോധ്യം അതുണ്ടാകും നമ്മളുടെ കയ്യിലെ എന്ന ഒരു തിരിച്ചറിവോടുകൂടെ മൻസല്ലദീ യുഖ്രിദുല്ലാഹ ഖർദൻ ഹസന, അള്ളാഹ്ക്ക് ഏറ്റവും നല്ല കടം കൊടുക്കുന്നവൻ ആരുണ്ട് എന്ന് അള്ളാഹു തആല ചോദിക്കാൻ. അള്ളാഹ്ക്ക് കടം കൊടുത്താൽ അള്ളാഹു അതിനെ ഇരട്ടിപ്പിച്ചു നൽകുമെന്ന് അള്ളാന്റെ വാഗ്ദാനമാണ്. ഒരാടിനെ കൊടുത്തവൻ ആട്ടിൻപറ്റത്തെ ലഭിക്കുന്നത് പോലെ, ഒരു ധാന്യമണി കൊടുത്തവനെ കതിരുകളുണ്ടായി അതിൽ നിന്ന് ഓരോ കതിരുകളിലും 100 ധാന്യമണി വീതം ലഭിക്കുന്നവനെ പോലെ അതിനെ അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്റെ സമ്പത്തിൽ നിന്ന് എനിക്ക് ഉപകരിക്കാൻ ഒരു മേഖല അള്ളാന്റെ ഭവനത്തിന്റെ പരിപാലനം എന്ന് നമ്മളുടെ മനസ്സിലൊന്ന് ഉറപ്പിച്ചു വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അൽഹംദുലില്ലാഹ് പ്രൊഫഷണൽ മേഖലയിലുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരെ ചേർത്തിയിരുത്താൻ ദീനറിയുന്ന ഇൽമറിയുന്ന ഒരു ഡോക്ടറായി മാറാൻ, ഒരു എഞ്ചിനീയറായി മാറാൻ അവർക്കുള്ള പഠന വേദികളെ നമ്മൾ സംഘടിപ്പിക്കുന്നത് അത്തരം മേഖലകളിൽ. അതിലും നമ്മുടെ മക്കൾ അതിലുണ്ടോ എന്ന് ഉറപ്പുവരുത്താനും അതിനോട് സാമ്പത്തികമായി അങ്ങനെ ദീനിന്റെ ഏത് മേഖലകളിലുണ്ടോ നമുക്ക് പരലോകത്തേക്ക് ഉപകരിക്കുന്ന മേഖലകളിലെല്ലാം ഒരു ശക്തമായൊരു പ്രവർത്തനങ്ങളെ നമ്മളുടെ ഭാഗത്തുനിന്ന് ആളുകളെ കാണിക്കാനില്ല, നാട്ടുകാരെ കാണിക്കാനില്ല, ആളുകളുടെ മുന്നിൽ ഇത്ര ചെലവഴിച്ചു എന്ന് കാണിക്കാനില്ല. ഞാനും എന്റെ റബ്ബും അറിയുന്ന സ്വകാര്യതകളിൽ ഞാൻ ചെലവഴിച്ചിട്ടുണ്ട് എന്റെ പരലോകത്തിന് വേണ്ടി എന്ന് പറയാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും അല്ലാഹു നാം ഏവരെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അല്ലാഹുവേ, കത്തിയാളുന്ന നരകത്തിന്റെ വിറകുകളാക്കി ഞങ്ങൾ ആരെയും നീ മാറ്റില്ല. അല്ലാഹ് സ്വർഗം നിന്ന് അനുഗ്രഹിക്കണേ. അല്ലാഹ് ഒരുപാട് ആളുകൾ പലവിധ പ്രയാസങ്ങളിലൂടെ കഴിയുന്ന ആളുകളുണ്ട്. നമ്മുടെ പള്ളിയിൽ നിന്ന് ഒരു ദിവസം ജുമഅ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളുടെ സഹോദരനെ ചെറിയൊരു വാഹനം തട്ടിയതാണ്. അദ്ദേഹത്തിന്റെ ബോധം പോലും മറിഞ്ഞു പോകുന്ന ഒരവസ്ഥയിൽ ഇന്നും അദ്ദേഹം ട്രീറ്റ്മെന്റിലാണ്. വർഷങ്ങൾ കഴിയാൻ അദ്ദേഹത്തെ പരിചരിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു സർജറിക്ക് വിധേയമായി അവരും ഒരു ചെറിയ പ്രയാസത്തിലാണ്. അങ്ങനെയൊക്കെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, ഖൈർ കൊടുത്ത് അനുഗ്രഹിക്കണേ. അല്ലാഹ് ദുനിയാവിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹ് ഞാൻ ഇത്രയും പറയുന്നൊരു ബോധമില്ലാതെ അബോധാവസ്ഥയിൽ അദ്ദേഹം കഴിയുമ്പോഴും സ്വബോധമില്ലാതെ സംസാരിക്കുമ്പോഴും ആ സംസാരത്തിന്റെ ഇടയിലൊക്കെ നമ്മുടെ പള്ളിയും നമ്മുടെ ജുമഅയും അതാണ് അദ്ദേഹത്തിന് സംസാരിക്കാനുള്ളത്. ബോധമില്ലാത്ത അവസ്ഥയിൽ വരെ നിരന്തര സംസാരങ്ങൾ അതാണ്. അതിനോടുള്ള മഹബത്താണെങ്കിൽ അല്ലാഹുവേ, പരലോകത്തേക്കും അതൊരു അമൽ സ്വാലിഹാത്തായി നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹ് ഒരുപാട് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, വലിയ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഈ പള്ളിക്കകത്ത് ഇപ്പോഴും ഖുതുബ ശ്രവിക്കുന്നവരിലുണ്ട്. അല്ലാഹുവേ, എല്ലാം അറിയുന്ന റബ്ബേ, ഖൈർ നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹ് അല്ലാഹുമ്മ ഉഫ്ർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ الشرك والمشركين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.